ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ബികോം 5th സെമസ്റ്ററിലെ അവരുടെ സ്പെഷ്യലൈസേഷൻ കോഴ്സായിട്ടുള്ള കോപ്പറേഷനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ 5th സെമസ്റ്ററിൽ രണ്ട് കോപ്പറേഷൻ പഠിക്കാനുണ്ട്. കോപ്പറേഷൻ 1 കോപ്പറേറ്റീവ് തിയറി ആൻഡ് പ്രാക്ടീസാണ്. കോപ്പറേഷൻ 2 എന്ന് പറയുന്നത് ലീഗൽ എൻവയോൺമെൻറ്റ് ഫോർ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ നിയമങ്ങളെക്കുറിച്ചാണ്. ഓക്കെ, രണ്ട് ബുക്കിൽ നമ്മൾ പഠിക്കാൻ നമ്മൾ കോപ്പറേഷൻ എന്താണെന്നും കോപ്പറേഷൻ്റെ പ്രിൻസിപ്പിൾസൊക്കെയാണ് നമ്മളതിൽ പഠിക്കുന്നത്. രണ്ടാമത്തെ ബുക്ക്, അതായത് ലീഗൽ എൻവയോൺമെൻറ്റ് ഫോർ കോപ്പറേറ്റീവ്സ് എന്ന ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ കൂടുതലും പഠിക്കുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന നിയമങ്ങളെക്കുറിച്ചാണ്. അതിൻ്റെ റൂൾസ്, ആക്റ്റുകൾ, അതിലെ സെക്ഷൻസ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ, പിന്നെ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെൻ്റ് ആണ്. അപ്പോൾ ഇന്ത്യയിൽ നമ്മളെങ്ങനെയാണ് ഈ കോപ്പറേഷൻ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ആരംഭിച്ചത്, ഏതൊക്കെ ആക്ട് പ്രകാരമാണ്, എന്നൊക്കെ മുതലാണ് ആരംഭിച്ചിട്ടുള്ളതെന്നുള്ളതിൻ്റെ ചെറിയൊരു ബ്രീഫ് ഹിസ്റ്ററിയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, ഒന്നാമത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇന്ത്യയിൽ എങ്ങനെയാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഉണ്ടായത്, അതിൻ്റെ നിയമങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മളിനി പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ആയിട്ട് പറയുന്നത് നീഡ് ഫോർ ലീഗൽ ഫ്രെയിം വർക്ക് ഫോർ കോപ്പറേറ്റീവ്സ് ആണ്. അപ്പോൾ ഈ കോപ്പറേറ്റീവുകൾക്ക് എന്തുകൊണ്ടാണ് ഒരു ലീഗൽ ഫ്രെയിം വർക്ക് ആവശ്യമുള്ളതെന്നുള്ളതാണ്. ഓക്കെ, അല്ലെങ്കിൽ നിയമത്തിൻ്റെ ചട്ടക്കൂട് എന്തിനു വേണ്ടിയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതാണ്. നീഡ്സ് ഫോർ ലീഗൽ ഫ്രെയിം വർക്ക് ഫോർ കോപ്പറേറ്റീവ്സ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ടാണ്. അതായത് നമ്മുടെ ഇന്ത്യയിൽ എങ്ങനെയാണ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി വന്നത് എന്നതിൻ്റെ ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ടാണ് നമ്മളിതിൽ പറയുന്നത്. നോക്ക്, ദി എക്കണോമിക് പൊസിഷൻ ഓഫ് ഇന്ത്യൻ വില്ലേജ് കംപ്ലീറ്റ്ലി ചാർട്ടഡ് ദി പീരിയഡ് ഓഫ് ബ്രിട്ടീഷ് ലോ, അല്ലേ? അപ്പോൾ നമ്മുടെ ഈ സ്വാതന്ത്ര്യത്തിന് മുമ്പ് എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ നില എന്നൊക്കെ പറയുന്നതായിരുന്നു വളരെ കംപ്ലീറ്റ് ചാർട്ടഡ് പീരിയഡ് ഓഫ് ബ്രിട്ടീഷ് ലോ, അല്ലെ? ബ്രിട്ടീഷുകാരുടെ നിയമത്തിന് കീഴിലായിരുന്നു. അപ്പോൾ അവർ നടപ്പിലാക്കുന്ന കാര്യങ്ങൾ മാത്രമായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ, അല്ലേ? ദ ഇന്ത്യൻസ് വെർ എക്സ്പോർട്ടഡ് ബൈ എക്സ്പോർട്ടിങ് ദെയർ റോ മെറ്റീരിയൽസ് ആൻഡ് ഇമ്പോർട്ട് മാനുഫാക്ചേർഡ് ഗുഡ്സ് ഫ്രം ദി ബ്രിട്ടൻ. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള പല ഉൽപ്പന്നങ്ങളും എന്ത് ചെയ്തു, അവർ കയറ്റുമതി ചെയ്യുകയും റോ മെറ്റീരിയൽ അസംസ്കൃത വസ്തുക്കളൊക്കെ കയറ്റുമതി ചെയ്യുകയും അതുപോലെ അവരുൽപ്പാദിപ്പിച്ച വസ്തുക്കളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രിട്ടനിൽ നിന്നും നമ്മുടെ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, അല്ലേ? നമ്മുടെ ഇന്ത്യയിലുള്ള റോ മെറ്റീരിയൽസ് എക്സ്പോർട്ട് ചെയ്യുകയും അതുപോലെ ബ്രിട്ടനിൽ നിർമ്മിച്ചിട്ടുള്ള അവർ ഗുഡ്സുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ബ്രിട്ടീഷ് പീപ്പിൾ ഡിഡ് നോട്ട് പേ അറ്റൻഷൻ ടു പ്രോബ്ലംസ് ഓഫ് അഗ്രികൾച്ചർ. അപ്പോൾ ഇന്ത്യയിലുള്ള കർഷകർക്ക് എന്ത് ചെയ്തിട്ടില്ല, അവരൊരു കാരുണ്യവും അല്ലെങ്കിൽ അവർക്കൊരു ശ്രദ്ധയും കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇന്ത്യയിലുള്ള ജനങ്ങളെ എന്ത് ചെയ്യാണ്ട് അവരുടെ അസംസ്കൃത വസ്തുക്കൾ മാത്രം അവർ കയറ്റുമതി ചെയ്യുകയാണ്. എന്നാൽ അത് കൃഷി ചെയ്യുന്ന കർഷകരെയോ അല്ലെങ്കിൽ കൃഷിക്കാരെയോ എന്ത് ചെയ്തിട്ടില്ല, ഒരു ശ്രദ്ധയും ആരും കൊടുത്തിട്ടില്ല, ഈ ബ്രിട്ടീഷ് പീപ്പിൾസ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ദെൻ കോൺസിക്വൻ്റ്ലി ദ മണി ലെൻഡേഴ്സ് ഹൂ എക്സ്പ്ലോയിറ്റഡ് ദി അഗ്രികൾച്ചർ. അപ്പോൾ ഇവർക്ക് എന്ത് വേണം, അല്ലെ? കൃഷി ചെയ്യാൻ ആവശ്യമായ പൈസ വേണം. അപ്പോൾ ഈ പൈസയൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയാണ്, പൈസയൊക്കെ അവർ കൂടുതൽ കടം വാങ്ങിയത് എവിടെ നിന്നാണ്, മണി ലെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ്, അല്ലെങ്കിൽ വട്ടി പലിശക്കാരൊക്കെ ഇട്ടുണ്ടാക്കുന്നത് നമ്മൾ, അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള പലിശക്കാരുടെ കയ്യിൽ നിന്നുമായിരുന്നു എന്ത് ചെയ്തിരുന്നത്, അഗ്രികൾച്ചറിസ്റ്റുകൾ അല്ലെങ്കിൽ കർഷകർ എന്ത് ചെയ്തിരുന്നത്, പൈസ വാങ്ങിയിരുന്നുള്ളതാണ്. Then അതുപോലെ these situations life of Indians are government took many initiative to solve the problems of India. അപ്പോൾ അങ്ങനെ ഈ ബ്രിട്ടീഷുകാരുടെ കീഴിലാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇന്ത്യൻ ജനത വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ ഗവൺമെൻറ് ടുക്ക് മെനി ഇനീഷ്യേറ്റീവ് ടു സോൾവ് ദി പ്രോബ്ലംസ് ഓഫ് ഫാർമേഴ്സ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലുള്ള ഈ ഫാർമേഴ്സിൻ്റെ സ്ഥിതി എന്താണ്, മെച്ചപ്പെടുത്താനും അല്ലെങ്കിൽ മാറ്റാൻ വേണ്ടി എന്ത് ചെയ്തു, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചെയ്തിട്ടുണ്ട് ധാരാളം ഇനീഷ്യേറ്റീവ്സ് എന്ത് ചെയ്തു, എടുത്തു എന്നുള്ളതാണ്. ദെൻ
ടു സോൾവ് ദീസ് പ്രോബ്ലംസ് സെറ്റിംഗ് റെഗുലേഷൻ ഫോർ ലീഗൽ ഫ്രെയിം വർക്ക് വാസ് പാസ്ഡ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലംസ് അല്ലേ, നമ്മുടെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിലെ ഫാർമേഴ്സിനെ അമിതമായിട്ട് എന്ത് ചെയ്യാണ്, ചൂഷണം ചെയ്യുകയും അതുപോലെ അവിടെയുള്ള വസ്തുക്കളൊക്കെ കയറ്റുമതി ചെയ്യുകയും അവിടെയുള്ള വസ്തുക്കൾ ബ്രിട്ടീഷ് നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ബ്രിട്ടനിൽ നിർമ്മിക്കുന്ന വസ്തുക്കളൊക്കെ ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇറക്കുമതിയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തെ എന്തൊക്കെയാണ് പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു, ഒരു ലീഗൽ ഫ്രെയിം വർക്ക് എന്ത് ചെയ്തു, പാസ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഇന്ത്യൻ ഫാർമേഴ്സിൻ്റെ പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി ധാരാളം നടപടികൾ സ്വീകരിച്ചു എന്നുള്ളതാണ് അല്ലേ. നോക്കിനി, ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടേക്ക് ഇമ്മീഡിയറ്റ് സ്റ്റെപ്പ് ബൈ പാസിംഗ് ഡെക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട് ഇൻ 1879, then Land Improvement Loan Act 1885 and Agriculturist Loan Act 1984 to solve the economic problems of Indian farmers. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള ഫാർമേഴ്സിൻ്റെ പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 3 ആക്റ്റുകൾ പാസ്സാക്കി എന്നുള്ളതാണ്. ഏതൊക്കെയായിരുന്നു? ഒന്ന് ഡെക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട് 1879, പിന്നെ ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺ ആക്ട് 1885 ആൻഡ് അഗ്രികൾച്ചറിസ്റ്റ് ലോൺ ആക്ട് 1884. ഒക്കെ ഇങ്ങനെ 3 ആക്റ്റുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ അഗ്രികൾച്ചറിസ്റ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഫാർമേഴ്സിൻ്റെ പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി പാസ്സാക്കിയത്. അപ്പോൾ അതിൽ ലാസ്റ്റ് 2 ലോസ് ആർ കാൾഡ് ടാക്കവി ലോസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ 3 ആക്ടിനെ കുറിച്ച് പഠിച്ചു. ഏതൊക്കെയാണ്? അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട് ഉണ്ട്, ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺ ആക്ട് ഉണ്ട്, അഗ്രികൾച്ചറിസ്റ്റ് ലോൺ ആക്ട് ഉണ്ട്. അപ്പോൾ അതിലെ ലാസ്റ്റ് 2 പറയുന്നത് ഏതൊക്കെയാണ്? ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺ ആക്ട് എന്നും അതുപോലെ അഗ്രികൾച്ചറൽ ലോൺ ആക്റ്റും. ഇവ രണ്ടിനെയും നമ്മൾ കൂട്ടിച്ചേർന്ന് പറഞ്ഞ പേരാണ് ടാക്കവി ലോസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ടാക്കവി ലോസ് എന്താണ്? ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺ ആക്ട് 1885 ആൻഡ് അഗ്രികൾച്ചറിസ്റ്റ് ലോൺ ആക്ട് 1884 എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ദ മദ്രാസ് ഗവൺമെൻറ് ഡെപ്യൂട്ടഡ് സർ ഫ്രെഡറിക് നിക്കോൾസൺ ടു യൂറോപ്പ് ഫോർ സ്റ്റഡിയിങ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ 1892. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ എന്ത് ചെയ്തു, നമ്മുടെ മദ്രാസ് ഗവൺമെൻറ് ഫ്രെഡറിക് നിക്കോൾസനെ ഇങ്ങോട്ട് അയക്കുകയാണ്, യൂറോപ്പിലേക്ക് അയക്കുകയാണ്. അപ്പോൾ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി യൂറോപ്യൻ കൺട്രികളിലൊക്കെ എങ്ങനെയാണ് കോപ്പറേഷൻ എന്നതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഫ്രെഡറിക് നിക്കോൾസനെ മദ്രാസ് ഗവൺമെൻറ് എങ്ങോട്ട് അയച്ചു? യൂറോപ്പിലേക്ക് അയക്കുകയാണ്. എന്നായിരുന്നു? 1892 യൂറോപ്പിലേക്ക് അയച്ചു. ദെൻ ഇൻ 1895 1895 ഹി സബ്മിറ്റഡ് ഹിസ് റിപ്പോർട്ട് ആൻഡ് സ്ട്രോങ്ലി റെക്കമെൻഡ് ദ റൈഫേഴ്സൺ ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ അങ്ങനെ 1895 ആയപ്പോഴേക്കും അദ്ദേഹം പഠനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ഹി സ്ട്രോങ്ലി റെക്കമെൻഡ് ദ റൈഫേഴ്സൺ ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ അവിടെ ഇന്ത്യയിൽ എങ്ങനെയാണ് റൈഫേഴ്സൺ ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ളൊരു സൊസൈറ്റി എന്ത് ചെയ്യണം, ആ രീതിയിലുള്ള സൊസൈറ്റിയാണ് രൂപീകരിക്കേണ്ടത് എന്ന് എന്ത് ചെയ്തു, സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യണം. അപ്പോൾ ജർമ്മനിയുള്ള റൈഫേഴ്സൺ ടൈപ്പ് ഉള്ളൊരു സൊസൈറ്റിയാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഇന്ത്യയിൽ രൂപീകരിക്കേണ്ടത് എന്നുള്ള റെക്കമെൻഡേഷൻ ആര് നൽകി? ഈ ഫ്രെഡറിക് നിക്കോൾസൺ നൽകി. ദെൻ അതുപോലെ എന്താണ്, later in 1991 the Femin Commission recommended starting cooperative credit society. As a result in 1903 a bill was passed in the parliament and first cooperative societies act was passed in 1904. അങ്ങനെ എന്ത് ചെയ്തു, റൈഫേഴ്സൺ ടൈപ്പ് സൊസൈറ്റിയൊക്കെ രൂപീകരിക്കണമെന്ന് പറഞ്ഞു അല്ലേ. അതിനുശേഷം 1991 ഫെമിൻ കമ്മീഷനും എന്ത് ചെയ്തു, റെക്കമെൻഡ് ചെയ്തു എന്താണ്, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി വേണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് പാർലമെൻറ്റിൽ എന്ത് ചെയ്തു, 1903 1903 ഒരു ബില്ല് എന്ത് ചെയ്തു, അവതരിപ്പിച്ചു. അതിൻ്റെ ഫലമായിട്ട് രൂപീകരിക്കപ്പെട്ട ആക്റ്റാണ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904. ആദ്യത്തെ കോപ്പറേറ്റീവ് നിയമം എന്നറിയപ്പെടുന്നത് ഇതാണ്. ഓക്കെ, 1904 ആണ്. അപ്പോൾ ഇങ്ങനെ ആദ്യത്തെ നിയമം എന്ത് ചെയ്തു, നിലയിൽ വന്നു. ഇതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ നീഡ്സ് ആയിട്ടുള്ള നമുക്ക് പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, അവിടെ കണ്ടീഷൻസ് കുറിച്ച് പറഞ്ഞു അല്ലേ. ആദ്യം എന്തായിരുന്നു പറഞ്ഞത്, ആദ്യം അവിടെ എന്താണ് എക്കണോമിക് പൊസിഷൻ ഓഫ് ദി വില്ലേജ് അല്ലേ. പാവപ്പെട്ട കർഷകരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമായിരുന്നു എന്ന് പറഞ്ഞു. അവിടെ ഇന്ത്യൻസിനെ റോ മെറ്റീരിയൽസൊക്കെ അവർ എക്സ്പോർട്ട് ചെയ്യുകയും ബ്രിട്ടനിൽ നിർമ്മിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ എന്താണ് അവർ ഇവിടെ എങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു, ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നു. അതുപോലെ അഗ്രികൾച്ചറിസ്റ്റിന്
എന്ത് ചെയ്യുന്നില്ല, അവരൊരു അറ്റൻഷൻ കൊടുത്തിരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട്, ധാരാളം നടപടികൾ സ്വീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഫ്രെയിം വർക്ക് നമ്മൾ രൂപീകരിച്ചതെന്ന് പറഞ്ഞു അല്ലേ. പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു, 3 ആക്ട് പാസ്സാക്കിയെന്ന് പറഞ്ഞു. ഒന്ന് ഡെക്കാൻ അഗ്രികൾച്ചർ റിലീഫ് ആക്റ്റും ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺ ആക്റ്റും അതുപോലെ അഗ്രികൾച്ചറിസ്റ്റ് ലോൺ ആക്ട് 1884 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ആക്റ്റുകൾ നമ്മൾ അവസാനത്തെ 2 ആക്റ്റുകൾ നമ്മൾ ഒരുമിച്ച് പറഞ്ഞ പേരായിരുന്നു ടാക്കവീസ് ലോസ് എന്ന് പറഞ്ഞത്. പിന്നെ പോലെ മദ്രാസ് ഗവൺമെൻറ് ചെയ്തു, ഫ്രെഡറിക് നിക്കോൾസനെ യൂറോപ്പിലേക്ക് കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ കുറിച്ച് പഠിക്കാൻ അയച്ചു. പിന്നെ 1895 അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിച്ചു. പിന്നെ 1991 ഫെമിൻ കമ്മീഷൻ എന്ത് ചെയ്തു, കോഓപ്പറേറ്റീവ് രൂപീകരിക്കാൻ റെക്കമെൻഡ് ചെയ്തു. അതിനുവേണ്ടി 1903 നമ്മളൊരു ബില്ല് പാസ്സാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആദ്യത്തെ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എന്ത് ചെയ്തു, പാസ്സാക്കുകയും ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം കോഓപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ കേരള. കേരളത്തിലെ കോഓപ്പറേറ്റീവ് ലെജിസ്ലേഷൻ എങ്ങനെയാണ്, എന്നാണ് വന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ബിഫോർ ദി ഇൻഡിപെൻഡൻസ് ഇന്ത്യൻ സ്റ്റേറ്റ് വർക്ക് റൂൾഡ് ബൈ റോറൽ കിങ്സ് എന്നുള്ളതാണ് അല്ലേ. സ്വാതന്ത്ര്യലബ്ധിക്ക് മുമ്പ് നമ്മൾ എന്തായിരുന്നു, രാജഭരണത്തിന് കീഴിലായിരുന്നു അല്ലേ. അപ്പോൾ അന്നുണ്ടായിരുന്ന പ്രസൻറ്റ് കേരള സ്റ്റേറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൾഡ് ട്രാവൻകൂർ സ്റ്റേറ്റ് ആൻഡ് കൊച്ചിൻ സ്റ്റേറ്റ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു എന്ന് പറയുന്നുണ്ട്, ട്രാവൻകൂർ സ്റ്റേറ്റ് അല്ലേ, അതുപോലെ കൊച്ചിൻ സ്റ്റേറ്റ് ആയിരുന്നു. ട്രാവൻകൂർ സ്റ്റേറ്റും കൊച്ചിൻ സ്റ്റേറ്റും ആയിരുന്നു. എന്നാൽ ഈ 2 സ്റ്റേറ്റും എന്ത് ചെയ്തു, 1949 ജോയിൻ ചെയ്തു. പിന്നെ എന്തായി മാറി, ട്രാവൻകൂർ കൊച്ചിൻ സ്റ്റേറ്റായി മാറി. ഓക്കെ, അപ്പോൾ ട്രാവൻകൂർ സ്റ്റേറ്റും കൊച്ചിൻ സ്റ്റേറ്റും എന്ത് ചെയ്തു, 1949 ജോയിൻ ചെയ്തിട്ട് എന്താക്കി മാറ്റി, ട്രാവൻകൂർ കൊച്ചിൻ സ്റ്റേറ്റ്, തിരുക്കൊച്ചി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും നമ്മൾ അല്ലേ, ട്രാവൻകൂർ കൊച്ചിൻ സ്റ്റേറ്റ് ആക്കി മാറ്റി. ദെൻ സർ രാജഗോപാലാചാരി ഹു വാസ് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അറ്റ് മദ്രാസ് പ്രൊവിൻസ് വാസ് അപ്പോയിൻറ്റഡ് ആസ് ദിവാൻ ഓഫ് കൊച്ചിൻ ആൻഡ് ഹി ഹാഡ് എക്സ്പീരിയൻസ്ഡ് ഇൻ വർക്കിംഗ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ എന്താണ്, സർ രാജഗോപാലാചാരി ആരായിരുന്നു പറയുന്നുണ്ട്, വാസ് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അറ്റ് മദ്രാസ് പ്രൊവിൻസ്, മദ്രാസ് പ്രവിശ്യയിലെ രജിസ്ട്രാർ ആയിരുന്നു ആര്, സർ രാജഗോപാലാചാരി എന്ന് പറയുന്നത് അല്ലേ. അദ്ദേഹത്തെ എന്തായി അപ്പോയിൻറ്റ് ചെയ്തു പറയാൻ, ദിവാൻ ഓഫ് കൊച്ചിൻ ആൻഡ് ഹി ഹാസ് എക്സ്പീരിയൻസ്ഡ് വർക്കിംഗ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അങ്ങനെ അദ്ദേഹത്തെ എന്താക്കി മാറ്റിയാണ്, കൊച്ചിനിലെ ദിവാനാക്കി മാറ്റുകയാണ്. കാരണം എന്താണ്, ഹി ഹാഡ് എക്സ്പീരിയൻസ്ഡ് ഇൻ ദി വർക്കിംഗ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. അപ്പോൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വർക്ക് ചെയ്ത പരിചയമാർക്കുണ്ട്, ഈ ഒരു രാജഗോപാലാചാരിക്കുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ എന്താക്കി മാറ്റി, കൊച്ചിൻ്റെ ദിവാനാക്കി മാറ്റി. ദെൻ so he took initiative and thereby first act by the name Cochin Cooperative Societies Act was passed. അങ്ങനെ അദ്ദേഹം എന്ത് പാസ്സാക്കി, ഇനീഷ്യേറ്റീവ് ആണ് അല്ലേ, ഫസ്റ്റ് ആക്ട് ബൈ ദി നെയിം കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സാക്കിയതാണ്. അപ്പോൾ അദ്ദേഹം ഈ സർ രാജഗോപാലാചാരി കേരളത്തിലേക്ക് ആദ്യമായിട്ടുള്ള സൊസൈറ്റി ആക്ട് എന്ത് ചെയ്തു, പാസ്സാക്കി എന്ന് പറഞ്ഞു. ഏതായിരുന്നു, കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ് പാസ്സാക്കിയതെന്ന് പറയുന്നു. ഓക്കെ, ദെൻ അതിന് ശേഷം പറയുന്ന കാര്യം നോക്ക്, അക്കോർഡിംഗ് ടു ദിസ് പ്രൊവിഷൻ ഓഫ് ദി ആക്ട് ദ ഫസ്റ്റ് സൊസൈറ്റി ഓർഗനൈസ്ഡ് ഇൻ കൊച്ചിൻ സ്റ്റേറ്റ് ഇൻ ദി നെയിം ഓഫ് എടവനക്കാട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്. അപ്പോൾ ഈ സർ രാജഗോപാലാചാരി എന്ത് പാസ്സാക്കിയിട്ടുണ്ട്, ആദ്യത്തെ കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സാക്കി. ഈ കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രൂപീകൃതമായിട്ടുള്ള ആദ്യത്തെ സൊസൈറ്റി എന്നറിയപ്പെടുന്ന ഏതാണ്, എടവനക്കാട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കാണ്. ഓക്കെ, അപ്പോൾ കേരളത്തിലുള്ള ആദ്യത്തെ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നതാണ് എടവനക്കാട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കാണ്. ഓക്കെ, ദെൻ അപ് ടു ഫോർമേഷൻ ഓഫ് കേരള സ്റ്റേറ്റ്. അപ്പോൾ കേരള സ്റ്റേറ്റ് രൂപീകരിച്ചതിന് ശേഷം വരെ എന്നാണ്, ശേഷം അല്ലാതെ വരെ ദി പ്രസൻറ്റ് മലബാർ ഏരിയ വാസ് എ പാർട്ട് ഓഫ് മദ്രാസ് സ്റ്റേറ്റ്. അപ്പോൾ മലബാർ ഏരിയ എന്ന് പറയുന്നത് ഏതിൻ്റെ ഭാഗമായിരുന്നു, മദ്രാസ് സ്റ്റേറ്റിൻ്റെ ഭാഗമായിരുന്നു. കേരള സംസ്ഥാനം രൂപീകരിക്കുന്നത് വരെ മലബാർ ഏരിയ എന്ന് പറയുന്നത് ആരുടെ ഭാഗമായിരുന്നു, മദ്രാസ് സ്റ്റേറ്റിൻ്റെ ഭാഗമായിരുന്നു. ഇൻ 1932 ദ ആക്ട് വേർ പാസ്ഡ് ഈസ് കാൾഡ് മദ്രാസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932. അങ്ങനെ അവർ ഭാഗത്ത് എന്ത് ചെയ്തു, ഒരു ആക്റ്റും കൂടി പാസ്സാക്കി. ഏതാണ്, മദ്രാസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 എന്നുള്ളൊരു ആക്ട് എന്ത് ചെയ്തു, പാസ്സാക്കുകയും ചെയ്തു. ദെൻ ദി ആക്ട് പ്രൊവൈഡഡ് സ്ട്രോങ് ഫൗണ്ടേഷൻ ഫോർ ദി കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ കേരള. ഈ ഒരു ആക്ടോട് കൂടിയാണ് കേരളത്തിലുള്ള കോഓപ്പറേറ്റീവ്
മൂവ്മെൻറ്റുകൾക്ക് എന്ത് ചെയ്ത് തുടക്കം കുറിച്ചതെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ് എന്തിന് കാരണമായത്? നമ്മുടെ കേരളത്തിലുള്ള കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനുള്ള സ്ട്രോങ് ഫൗണ്ടേഷന് ആയിട്ടുള്ളത്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ടഡ് ദാറ്റ് എന്താ പറയുന്നത്, ഇറ്റ് ഈസ് നോട്ടഡ് ദാറ്റ് അവിടെ ആദ്യത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നത് ഇതാണ് നോട്ടഡ് ദാറ്റ് കൊടുവായൂർ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി വാസ് ദി ഫസ്റ്റ് സൊസൈറ്റി ടു ബി രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട് ഇൻ മലബാർ ഏരിയ. മലബാർ ഏരിയയിൽ രൂപീകരിച്ച ആദ്യത്തെ സൊസൈറ്റിയാണ് ഇത് കൊടുവായൂർ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. ഏത് ആക്ട് പ്രകാരമാണ്? ഈ ഒരു മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രൂപീകരിച്ച ആദ്യത്തെ സൊസൈറ്റി എന്ന് പറയുന്നതാണ് കൊടുവായൂർ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയാണ്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് പ്രീ ഇൻഡിപെൻഡൻസ് പീരിയഡ്. അതായത് സ്വാതന്ത്ര്യലബ്ധിക്ക് മുമ്പ് എങ്ങനെയായിരുന്നു നമ്മുടെ ഇന്ത്യയിലുള്ള കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആക്ട് നമ്മൾ പാസ്സാക്കിയത് മുതൽ സ്വാതന്ത്ര്യലബ്ധി വരെ നമ്മുടെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് നമ്മൾ വിവിധ സ്റ്റേജുകളായിട്ട് എന്ത് ചെയ്യുന്നു, തരംതിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ 5 സ്റ്റേജുകളാണുള്ളത്. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, ഫോർത്ത് സ്റ്റേജ്, ഫിഫ്ത്ത് സ്റ്റേജ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജ് ഫ്രം 1904 ടു 1912. ഓക്കെ, 1904 മുതൽ 1912 വരെയുള്ള ഒന്നാമത്തെ സ്റ്റേജാണ്. അത് നോക്ക്, ദ ഗവൺമെൻറ് ടേക്ക് ഇനിഷ്യേറ്റീവ് ഫോർ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. അപ്പോൾ ഈ ഒന്നാമത്തെ കാലഘട്ടത്തിൽ അല്ലേ, അല്ലെങ്കിൽ ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ എന്ന് പറയുന്നത് ആരാണ് ഇതിന് മുൻപ് കൈയെടുത്തുള്ളത്? ഗവൺമെൻറ്റാണ് അല്ലേ. അപ്പം ഗവൺമെൻറ്റാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത്. അതേപോലെ ആ കാലഘട്ടത്തിൽ ഓൺലി ക്രെഡിറ്റ് സൊസൈറ്റീസ് വെരി സ്മാൾ ഏരിയാസ് ഓപ്പറേഷൻ വേർ രജിസ്റ്റേർഡ്. ക്രെഡിറ്റ് സൊസൈറ്റികൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ വായ്പാ സൊസൈറ്റികൾ മാത്രമാണ് രൂപീകരിച്ചിട്ടുള്ളത്. അതും ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഏരിയ ഓഫ് ഓപ്പറേഷനിൽ വെച്ചുകൊണ്ട് ക്രെഡിറ്റ് സൊസൈറ്റികൾ മാത്രമാണ് എന്ത് ചെയ്തിരുന്നത്, രൂപീകരിച്ചിരുന്നത്. അതുപോലെ മെയിൻലി ഗവൺമെൻറ് ലോൺസ്. അപ്പോൾ ഈ സൊസൈറ്റികൾക്ക് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഇവർക്ക് എന്ത് വേണം? ഫണ്ട് വേണം അല്ലേ. ആ ഫണ്ടിനെ അവർ കൂടുതലും ആശ്രയിച്ചത് ആരെയായിരുന്നു? ഗവൺമെൻറ് ലോണുകളെയാണ് ആശ്രയിച്ചിരുന്നത്. പിന്നെ these societies were run by persons who are not aware of cooperative principles and practice. അപ്പോൾ ഈ സൊസൈറ്റികൾ അല്ലെങ്കിൽ 1904 നമ്മൾ ആക്ട് പ്രകാരം രൂപീകരിച്ച സൊസൈറ്റികളൊക്കെ പ്രവർത്തിച്ചിരുന്നത് ആരാണ്, അല്ലെങ്കിൽ നടത്തിക്കൊണ്ട് പോയതായിരുന്നു? കുറച്ച് വ്യക്തികൾ മാത്രമാണ്. പക്ഷേ അവർക്ക് എന്തിനെക്കുറിച്ച് അറിയില്ല എന്ന് പറയുന്നുണ്ട്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചും അതിൻ്റെ പ്രാക്ടീസിനെ കുറിച്ചും വ്യക്തമായ ധാരണ ആർക്കില്ല? ആ പേഴ്സൺസിന് ഇല്ല എന്നുള്ളതായിരുന്നു. പിന്നെ അതുപോലെ കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയർ ഫോർ ഗിവിങ് ലോൺസ്. അങ്ങനെ സൊസൈറ്റിയിലൊക്കെ നമ്മൾ ലോണിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ലോൺ കിട്ടാൻ എന്തായിരുന്നു, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയറുകളും ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. ദെൻ ദർ വാസ് ഇൻഎഫിഷ്യൻസി ആൻഡ് ഡെസ്പോട്ടിസം ഓഫ് ഒഫീഷ്യൽസ്. അപ്പോൾ ഓഫീഷ്യൽസിൻ്റെയൊക്കെ ഡെസ്പോട്ടിസവും അതുപോലെ ഇൻഎഫിഷ്യൻസി ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ സ്റ്റേജിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1904 ടു 1912 വരെ. അപ്പോൾ 1904 നമ്മൾ ആദ്യത്തെ ആക്ട് പാസ്സാക്കിയപ്പോൾ ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ അതിന് തുടക്കം കുറിച്ചതാരായിരുന്നു? ഗവൺമെൻറ്റാണ് ഇനീഷ്യേറ്റീവ് എടുത്തത്. പിന്നെ അതുപോലെ രണ്ടാമത് ക്രെഡിറ്റ് സൊസൈറ്റികൾ മാത്രമാണ് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഗവൺമെൻറ് ലോണിനെയാണ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. പിന്നെ റൺ ചെയ്ത പേഴ്സൺസിന് എന്തറിയില്ല, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചും പ്രാക്ടീസിനെ കുറിച്ചും വ്യക്തമായ ധാരണ ഇല്ല എന്നുള്ളതാണ്. പിന്നെ അതുപോലെ ലോണിന് എന്താണ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയറും എന്തിനാവശ്യമുണ്ടായിരുന്നു, ലോണുകൾക്ക് കിട്ടാൻ വേണ്ടി ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ അവിടെ എന്തായിരുന്നു, ദർ വാസ് ഇൻഎഫിഷ്യൻസി ആൻഡ് ഡെസ്പോട്ടിസം. ഒഫീഷ്യൽസിൻ്റെയൊക്കെ ഇൻഎഫിഷ്യൻസിയും ഡിസ്പോട്ടിസവും എന്തായിരുന്നു, മറ്റൊരു കാരണമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു പ്രശ്നമായിട്ട് എന്തിരുന്നു ആ കാലഘട്ടത്തിൽ നിന്നിരുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് 1912 മുതൽ 1919 വരെയാണ്. അപ്പോൾ സെക്കൻഡ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? 1912 ടു 1919 വരെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ആക്ട് പാസ്സാക്കിയെന്ന് പറയുന്നു അല്ലേ. ഏതായിരുന്നു? കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1904 ആണ്. എന്നാൽ ഈ ആക്ടിന് പകരം നമ്മൾ മറ്റൊരു ആക്ട് എന്ത് ചെയ്തു, പാസ്സാക്കുകയാണ്. ദ പാസിംഗ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് ലാൻഡ് മാർക്ക് ഇൻ ദി ഹിസ്റ്ററി ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ആക്ട് പാസ്സാക്കി.
1912 രണ്ടാമത്തെ ആക്ട് പാസ്സാക്കിയത്, കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1912 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആക്ട് എന്തായി മാറിയിട്ടുണ്ട്? ആൻഡ് ലാൻഡ്മാർക്ക് ഇൻ ദി ഹിസ്റ്ററി ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സഹകരണ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ആക്ട് മാറി എന്നുള്ളതാണ്. അപ്പോൾ ഇത് പ്രകാരം എന്താണ്? ദ റിക്വയർമെൻറ്റ് ഓഫ് ആൻ ആനുവൽ ഓഡിറ്റ് ബൈ രജിസ്ട്രാർ ആൻഡ് ഹിസ് സ്റ്റാഫ് അസിസ്റ്റൻറ്റ്, ബട്ട് ഓഡിറ്റ് ഫീസ് വാസ് ചാർജ്ഡ് ഓൺ ദി സൊസൈറ്റി. അപ്പോൾ ഓഡിറ്റ് ചെയ്യുന്നക്കാരാണ്? സൊസൈറ്റിയുടെ ഓഡിറ്റ് ചെയ്യുന്നതൊക്കെ ആരായിരുന്നു? രജിസ്ട്രാറാണ്. ആൻഡ് ഹിസ് അസിസ്റ്റൻസ് ഉണ്ടായും. ബട്ട് ഓഡിറ്റ് ഫീസ് ചാർജ്ഡ് ഓൺ സൊസൈറ്റി. അപ്പോൾ സൊസൈറ്റിയിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്? ഓഡിറ്റ് ചാർജ് നമ്മൾ ഈടാക്കിയിരുന്നത്. പിന്നെ അതുപോലെ ദ വേർഡ് കോപ്പറേറ്റീവ് മേ നോട്ട് ബി യൂസ്ഡ് ഇൻ ദി നെയിം ഓഫ് എനി ബിസിനസ്. അപ്പം നമ്മൾ കോപ്പറേറ്റീവ് എന്നുള്ള പേര് അല്ലെങ്കിൽ ആ പേര് എന്ത് ചെയ്യാൻ പാടില്ല? മറ്റൊരു ബിസിനസ് സ്ഥാപനത്തിനും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യാത്ത ഒരു സ്ഥാപനങ്ങളുടെ പേരിൽ എന്ത് ചെയ്യാൻ പാടില്ല? കോപ്പറേറ്റീവ് എന്ന് ചേർക്കാൻ പാടില്ല എന്നുള്ളൊരു കണ്ടീഷനും കൂടിയും എവിടെ വെച്ചിട്ടുണ്ട്? ഈ സെക്കൻഡ് സ്റ്റേജിൽ വെക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പ്രൈവറ്റ് പബ്ലിക് എന്ന് കൊടുക്കാറില്ലേ? പ്രൈവറ്റ് ലിമിറ്റഡ് കൊടുക്കാറില്ലേ? അപ്പോൾ അതേപോലെ ആ ഓർഗനൈസേഷൻ എന്താണ്? ഒരു ബിസിനസ് സ്ഥാപനം രൂപീകരിച്ചാൽ അത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സൊസൈറ്റിയുടെ പേര് എന്ത് ചെയ്യാൻ പാടില്ല? കോപ്പറേറ്റീവ് എന്ന് ചേർക്കാൻ പാടില്ല എന്നുള്ളതാണ് കണ്ടീഷൻ. ഓക്കെ, പിന്നെ അതുപോലെ ഈ ഒരു കാലഘട്ടത്തിലെ മറ്റൊരു മാറ്റം എന്ന് പറയുന്നത്, ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്പോയിൻറ്റഡ് എ കമ്മിറ്റി അണ്ടർ ദി ചെയർമാൻഷിപ്പ് ഓഫ് മക്ലഗൻ ഇൻ ഒക്ടോബർ 1914. അപ്പോൾ 1914 മക്ലഗനെ എന്ത് ചെയ്തു? ചെയർമാനാക്കിക്കൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റി എന്ത് ചെയ്തു? അതിൻ്റെ റിപ്പോർട്ട് 1915 സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. ഇത്രയും ഡെവലപ്മെൻറ്റാണ് സെക്കൻഡ് സ്റ്റേജിലുണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സാക്കി. പിന്നെ ഓഡിറ്റ് ചെയ്യുന്നവരാക്കി മാറ്റി. രജിസ്ട്രാർ തന്നെയാണ്. പിന്നെ കോപ്പറേറ്റീവ് എന്ന വേർഡ് എന്ത് ചെയ്യാൻ പാടില്ല? മറ്റ് ബിസിനസ് ഓർഗനൈസേഷൻ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുപോലെ ഈ ഒരു കാലഘട്ടത്തിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു? മറ്റൊരു ചെയർമാൻഷിപ്പോട് കൂടിയിട്ട് മക്ലഗനെ ചെയർമാൻഷിപ്പ് അടക്കിക്കൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റി 1915 എന്ത് ചെയ്തു? അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത്തെ സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യണം. മൂന്നാമത്തെ സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1919 മുതൽ 1929 വരെയാണ്. ഓക്കെ, തേർഡ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1919 മുതൽ 1929 വരെയാണ്. ഈ ഒരു കാലഘട്ടത്തിലെ ശരി മാറ്റം എന്ന് പറയുന്നത്, അണ്ടർ ദി ആക്ട് ഓഫ് 1912 കോർപ്പറേഷൻ ബിക്കെയിം ട്രാൻസ്ഫർ ദി സബ്ജക്റ്റ് അണ്ടർ ദി ചാർജ് ഓഫ് മിനിസ്റ്റർ ഇൻ ഈച്ച് പ്രൊവിൻസ്. അപ്പോൾ ഈ ഒരു ആക്ട് പ്രകാരം ഈ കോർപ്പറേഷൻ എന്ന സബ്ജക്റ്റ് എന്ത് ചെയ്തു? ട്രാൻസ്ഫേർഡ് ദി സബ്ജക്റ്റ് അണ്ടർ ദി ചാർജ് ഓഫ് മിനിസ്റ്റർ ഇൻ ഈച്ച് പ്രൊവിൻസ്. ഓരോ പ്രവിശ്യയിലെയും മന്ത്രിമാർക്ക് എന്ത് ചെയ്തു? അല്ലെങ്കിൽ മിനിസ്റ്റർമാർക്ക് അതിൻ്റെ ചാർജ് കൊടുത്തു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 1912 പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്? ആ കാലഘട്ടത്തിൽ പറഞ്ഞത് കോർപ്പറേഷൻ എന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ വിഷയത്തിൻ്റെ കാര്യങ്ങൾ ആർക്ക് കൊടുത്തു എന്ന് പറയുന്നുണ്ട്? ഓരോ പ്രൊവിൻസിലെയും മന്ത്രിമാർക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അതിൻ്റെ ചാർജ് കൊടുത്തത്. ദെൻ അതുപോലെ ഡ്യൂറിങ് ദി ഇയേഴ്സ് കോർപ്പറേഷൻ മെയ്ഡ് റാപ്പിഡ് പ്രോഗ്രസ് ഇൻ ദി വേരിയസ് പ്രൊവിൻസ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് തന്നെ കോർപ്പറേഷൻ ഓരോ പ്രവിശ്യയിലും എന്ത് ചെയ്തു? കൂടുതൽ വേഗത പ്രോഗ്രസ് ഉണ്ടാവാൻ എന്ത് ചെയ്തു? കാരണമായി എന്നുള്ളതാണ്. ഓക്കെ, അതാണ് തേർഡ് സ്റ്റേജിൽ സംഭവിച്ചത്. തേർഡ് സ്റ്റേജിൽ എന്ത് ചെയ്തു? കോർപ്പറേഷൻ അല്ലെങ്കിൽ സഹകരണം എന്ന വിഷയമാർക്ക് നൽകി ഓരോ പ്രൊവിൻസിലെയും മിനിസ്റ്റർമാർക്ക് നൽകുകയും അതിനുശേഷം എന്താണ്? എല്ലാ പ്രൊവിൻസിലും എന്ത് ചെയ്തു? കോർപ്പറേഷൻ കൂടുതൽ റാപ്പിഡ് പ്രോഗ്രസ് ആയി ചെയ്തു സംഭവിക്കുകയും ചെയ്തു. ഇനി ഫോർത്ത് സ്റ്റേജ് 1929 to 1939. ഇതിലുണ്ടായ മാറ്റം അല്ലെങ്കിൽ കണ്ടീഷൻ എന്ന് പറയുന്നത്, ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫീച്ചർ ഓഫ് ദിസ് പീരീഡ് വാസ് ഗ്രേറ്റ് ഡിപ്രഷൻ. അല്ലേ, സാമ്പത്തിക തകർച്ച എന്ന് പറയാം അല്ലേ. അപ്പോൾ ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടായത് ആ കാലഘട്ടത്തിൽ തന്നെയാണ് എന്ത് രൂപീകരിച്ചത്? എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് RBI ഇൻ 1935. 1935 എന്ത് രൂപീകരിച്ചു? RBI രൂപീകരിച്ചു. അതുപോലെ എന്താണ്? എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് ലാൻഡ് മോർട്ട്ഗേജ് ബാങ്ക് എന്നുള്ളൊരു ബാങ്കും എന്ത് ചെയ്തു? ഈ നാലാമത്തെ കാലഘട്ടത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. ഓക്കെ, ഫോർത്ത് സ്റ്റേജിൽ പറയുന്നത് എന്തായിരുന്നു? ആ ഒരു കാലഘട്ടത്തിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ഡിപ്രഷൻ സമയമാണ് അല്ലേ. ആ സമയത്ത് എന്തൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്? നമ്മൾ RBI രൂപീകരിക്കുകയും അതുപോലെ കോപ്പറേറ്റീവ് ലാൻഡ് മോർട്ട്ഗേജ് ബാങ്ക് എന്ത് ചെയ്തു? രൂപീകരിച്ചു. ദെൻ ഫിഫ്ത്ത് സ്റ്റേജായി പറഞ്ഞത് 1939 to 19
47 ആണ് 1939 മുതൽ 47 വരെയുള്ള കാലഘട്ടം, സ്വാതന്ത്ര്യലബ്ധി വരെയുള്ള സമയമാണ് അല്ലേ. അപ്പോൾ അവിടെ പറഞ്ഞു നോക്ക്, ഡ്യൂറിങ് ദിസ് പീരിയഡ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് മെയ്ഡ് റാപ്പിഡ് പ്രോഗ്രസ്. എന്ത് ചെയ്തു? കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വളരെ ദ്രുതഗതിയിൽ എന്താണ് വളർന്നു വരികയാണ്. ആസ് എ റിസൾട്ട് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ, രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലമായി ദ ഫാർമേഴ്സ് ഗെയിൻഡ് ഹെവിലി ഓയിങ് ടു ആൻ ഇൻക്രീസ് ഇൻ ദി പ്രൈസ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ്. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലമായിട്ട് നമ്മൾ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ അല്ലേ, അരിയും അതുപോലെ മറ്റുള്ള ധാന്യങ്ങളൊക്കെ എന്താണ് കൂടുതൽ എന്ത് ചെയ്യാൻ തുടങ്ങി, കയറ്റുമതി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് തന്നെ കർഷകർക്ക് എന്ത് ചെയ്തു, അവരുടെ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റുകൾക്ക് കൂടുതൽ എന്ത് ചെയ്തു, പൈസ ലഭിക്കുകയാണ് അല്ലേ, കിട്ടുകയാണ്. അപ്പോൾ ആ പൈസ കൊണ്ട് ദേ പെയ്ഡ് ഓഫ് ദെയർ ഡെപ്റ്റ്. അപ്പോൾ അവരുടെ കാർഷിക കടങ്ങളൊക്കെ എന്ത് ചെയ്തു, കർഷകർ അങ്ങനെ വീട്ടുകയും ചെയ്തു. അതുപോലെ റേഷനിങ് സിസ്റ്റം വേർ എസ്റ്റാബ്ലിഷ്ഡ്. റേഷൻ സമ്പ്രദായം എന്ത് ചെയ്തു, ഈ ഒരു കാലഘട്ടത്തിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ദെൻ ഇൻ 1947 ദി കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് കംപ്ലീറ്റ്ലി വെസ്റ്റ് ദി കൺട്രോൾ ഓഫ് ഗവൺമെൻറ് ഒഫീഷ്യൽ. അങ്ങനെ 1947 ആയപ്പോഴേക്കും എന്ത് ചെയ്തു, കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് കംപ്ലീറ്റ്ലി ആടെ കൺട്രോളായി മാറി, ഗവൺമെൻറ്റിൻ്റെ കൺട്രോളായി മാറുകയും ചെയ്തു. അപ്പം ഇങ്ങനെയാണ് ഡെവലപ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ എറ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡ് 1904 മുതൽ 1947 വരെയുള്ള കാലഘട്ടത്തിലുണ്ടായ ചെറിയ ചെറിയ മാറ്റങ്ങളാണ്. ഇതാണ് ഡെവലപ്മെൻറ്റൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ.